ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നൊരു സൺഡേ ഈവനിങ് ആണ്. അപ്പം ഒന്ന് ബീച്ചിലോട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ച് ഞാനും ഫ്രണ്ട്സും ചേച്ചിമാരുമായിട്ട് ബീച്ചിലോട്ട് ഓട്ടോയിൽ പോവുകയാണ്. അതിനു മുമ്പൊരു കാര്യം, ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല. കാരണം നമ്മൾ ലൈക്ക് ചെയ്താലേ ഉള്ളൂ നമ്മുടെ വീഡിയോസ് കുറേ പേരിലോട്ട് എത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഞങ്ങളങ്ങനെ ബീച്ചിലെത്തി. ഞങ്ങളങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ അവർ ബാക്കിലുണ്ട്, അവർ പുറകിൽ നിന്ന് വരുന്നുണ്ട്. അങ്ങനെ ബീച്ചിൽ വരുമ്പോൾ തന്നെ നമ്മൾക്ക് പെട്ടെന്ന് കണ്ണോടുന്നത് അവിടുത്തെ മുളക് ബജി അങ്ങനെയുള്ള ഐറ്റംസ് ആണല്ലോ. അപ്പം ഞങ്ങൾ അങ്ങോട്ട് ഫോക്കസ് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുവാണ്. ഇങ്ങനെയുള്ള ഐറ്റംസ് എന്താ പറയുക, ഇങ്ങനെയുള്ള വിഭവങ്ങളോട് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. എനിക്കിങ്ങനെ ഉപ്പിലിട്ടത്, ഐസ്ക്രീം അങ്ങനെയുള്ള സംഭവം ഇഷ്ടം. പക്ഷേ നമ്മുടെ കൂടെ വരുന്നവരെ കൂടെ പരിഗണിക്കണമല്ലോ എന്നോർത്ത് ഞാനൊന്ന് കമ്പനിക്ക് പോയി നിന്നു. ഈ കൂട്ടത്തിൽ കുറച്ചെങ്കിലും ഞാൻ കഴിക്കുന്നത് മുളക് ബജിയാണ്. അത് നല്ല ചൂട് വേണം എനിക്ക്. ഈ ചൂടില്ലാതെ ഒരുമാതിരി തണുത്ത് മരവിച്ചിരിക്കുന്നത് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ ഞാനിങ്ങനെ നോക്കുവാണ്. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കുവാണ് നിങ്ങൾക്ക് എന്ത് വേണമെന്ന്. അപ്പോൾ അവർ കോളിഫ്ലവറാണ് എടുത്തത്. അങ്ങനെ ഞാനും വന്നാൽ കോളിഫ്ലവർ എടുക്കാം എന്നുള്ള രീതിയിൽ ഞങ്ങളങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വീഡിയോക്ക് വേണ്ടിയിട്ട് മാത്രം പോസ് ചെയ്യാനായിട്ടുള്ള നിപ്പാണത്. നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. അവിടെ നിന്ന് അവർ അത് എടുത്തു വരുമ്പോഴത്തേനും കുറച്ച് ടൈം എടുക്കും. അപ്പം ഞാനതുവരെ ഏകാന്തതയിലോട്ട് നോക്കി കണ്ണു നട്ടിരിക്കുവാണ്. അപ്പം ഞങ്ങളൊരു 3 മണിയായപ്പോഴത്തേനുമാണ് വന്നത്. അപ്പോൾ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എന്താ പറയുക, നട്ടുച്ച വെയിലത്ത് വരാൻ തലയ്ക്ക് പ്രാന്തായിട്ട് തന്നെയാണ് ആ സമയത്തോടി വന്നത്. അങ്ങനെ ലാസ്റ്റ് അവർ അതെല്ലാം എടുത്തു തന്നു. ഇവിടെ കോളിഫ്ലവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ചേച്ചി ഏത്തക്കാപ്പമായിരുന്നു മേടിച്ചത്. അപ്പം ചേച്ചി അങ്ങനെ വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ചമ്മലുള്ള കാരണം ചേച്ചീനെ അതിൽ കാണിക്കുന്നില്ല. അപ്പം ഒരാൾ ഫോട്ടോ എടുക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ് ആ പോസ് കാണിച്ചത്. ഞങ്ങൾ ഇരിക്കുന്നത് ഇത്തിരി വെയിലത്താണ് കേട്ടോ. അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് തണൽ ആസ്വദിക്കാം, കുറച്ച് ഇളങ്കാറ്റ് കിട്ടിട്ടെന്നും പറഞ്ഞിട്ട് അവിടെ പോയി ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പം എവിടെ ചെന്നാലും തീറ്റി പ്രധാനമാണല്ലോ. അപ്പം അവിടെ ചെന്നാലും വെറുതെ എങ്ങനെ ഇരിക്കും എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു ഐസ്ക്രീം മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചിയും അവളും കൂടെ ഐസ്ക്രീം കട ലക്ഷ്യമാക്കി അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇവിടെ വായും പൊളിച്ച് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് നിങ്ങൾക്ക് കാക്കയുടെ സൗണ്ട് ഡിസ്റ്റർബ് ആയിട്ടുണ്ടെങ്കിൽ സോറി കേട്ടോ. അങ്ങനെ അപ്പോൾ അവർ ഐസ്ക്രീം മേടിച്ചുകൊണ്ട് വന്ന് ഞങ്ങളിത് അവിടെ ഇരുന്നുകൊണ്ട് ഐസ്ക്രീം കഴിക്കുവാണ്. 2 ഐസ്ക്രീമും പിടിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഒറ്റ കഴിക്കാനല്ല, അതെൻ്റെ ക്യാമറാമാൻ്റെ ഐസ്ക്രീമാണ് ഞാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കഴിച്ചു നിന്നപ്പോഴത്തേനും ലോട്ടറി എടുക്കാനായിട്ട് ഒരു അമ്മച്ചി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചേച്ചി അങ്ങനെ ലോട്ടറി ടിക്കറ്റ് നോക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് കത്തി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ തന്നെ ഇരുന്നപ്പോഴത്തേനും എനിക്ക് ബോറടിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമെന്ന്. അങ്ങനെ ഞാൻ അങ്ങോട്ട് മാറി ഒന്ന് ചുറ്റുപാടും ഒന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. അവിടെ എന്തൊക്കെ ചെയ്യുന്നു, എല്ലാവരെയൊക്കെ ഇങ്ങനെ വരുന്നവരെയും പോകുന്നവരെയൊക്കെ ഞാനിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ അവിടെ തന്നെ കുറേ നേരം ഇങ്ങനെ നിന്നപ്പോഴത്തേനും എനിക്കൊന്ന് പടിഞ്ഞോട്ട് നടക്കണമെന്ന് തോന്നി. അപ്പം ഏകദേശം ഈ സമയമായപ്പോഴത്തേനും വെയിലൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു, നല്ല തണൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു നമുക്ക് അങ്ങോട്ട് പോകാമെന്നാണ് ഞാനീ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നപ്പോൾ തന്നെ എനിക്ക് ദാഹിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, വണ്ടിയിലായിരുന്നു. അപ്പം ഉള്ളപ്പം നമ്മൾ പിന്നെയും വെറുതെ പൈസ കൊടുത്ത് മേടിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പം അങ്ങനെ ഞാൻ ഓട്ടോയിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് വരികയാണ്. അപ്പോൾ അവൾ എന്തോ ഒരു കോമഡി പറഞ്ഞ് എന്നെ ചിരിപ്പിച്ചാണ്. ആക്ച്വലി ഞാൻ മറന്നുപോയി അവൾ എന്താ സംഭവം എന്ന് ഞാൻ മറന്നുപോയി. അതാണ് ഞങ്ങൾ ഈ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കിടന്നുകൊണ്ട് ചിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളിതാ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ നാളുകൾക്ക് ശേഷം, മാസങ്ങളെന്ന് പറയാം, മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ബീച്ചിലോട്ട് ഇപ്പോൾ വന്നേക്കുന്നത്. കുറച്ച് നാളൊക്കെ വയ്യാതിരിക്കുന്ന കാരണം വീട്ടിൽ തന്നെയായിരുന്നു. അപ്പം ഇപ്പോഴാണൊന്ന് ബീച്ചിലോട്ട് വരുന്നത്. അങ്ങനെ ഞങ്ങളിതാ ഇവിടെ സെൽഫി
ഫോട്ടോ എടുത്തുകൊണ്ടുള്ളൊരു കളിയായിരുന്നു അവിടെ. അങ്ങനെ ഞങ്ങൾ പടിഞ്ഞോട്ട് പോകുവാണ്. അപ്പം ഈ സമയത്ത് ഒരുത്തി കപ്പലണ്ടി മേടിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാനത് പറഞ്ഞ് ഇപ്പം മേടിക്കണ്ട, ഇപ്പം ഇത്രയും കഴിച്ചല്ലേ, കുറച്ച് കഴിയട്ടെന്നും പറഞ്ഞ് ഞാനിങ്ങനെ പിടിച്ച് നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ 4 പേരായിട്ടാണ് കേട്ടോ വന്നത്. അപ്പം വേറൊരു ചേച്ചിയും ഉണ്ട്. ചേച്ചി അങ്ങനെ വീഡിയോയിൽ അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുറേ വട്ടം ഇപ്പം അങ്ങനെയെന്ന് പറഞ്ഞല്ലേ. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേനുമാണ് റൈറ്റ് സൈഡിലായിട്ട് എൻ്റെ ഫേവറിറ്റായ ഉപ്പിലിട്ട സംഭവങ്ങളുള്ളൊരു കട കണ്ടത്. അപ്പം ഞാൻ ചേച്ചിമാരെ വിളിച്ച് കാണിച്ച് അത് മേടിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പോൾ ക്യാരറ്റ്, നെല്ലിക്ക, മാങ്ങ, മുളകിലിട്ടതും മുളകിലിടാത്തതും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആഗ്രഹിച്ചു വന്ന സാധനം എനിക്ക് കിട്ടിയില്ല. ഗ്ലൂബിക്കയായിരുന്നു ഞാൻ ഫോക്കസ് ചെയ്ത് വന്നത്. പക്ഷെ ആ സാധനം മാത്രം അതിലില്ലായിരുന്നു. ബാക്കിയെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെയും അങ്ങനെ. ഇനി അങ്ങനെ പറയാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കാം. അപ്പോൾ ഉപ്പിലിട്ട മാങ്ങായും മുളകിട്ടതായിരുന്നു ഞങ്ങൾ എടുത്തത്. മുളക് പുരട്ടിയതും പിന്നെ നെല്ലിക്കായും മുളക് പുരട്ടിയതുമായിരുന്നു എടുത്തത്. പൈനാപ്പിൾ ഞാൻ എടുത്തില്ല. പിന്നെ ഇത് രണ്ടുമായിരുന്നു. അപ്പം അത് മേടിച്ച് കഴിഞ്ഞ് എനിക്ക് താഴെ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം അവിടെ ഒരു ചെയറും ഇതും കിടപ്പുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ പോയി ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോകുവാണ്. ഇത് ചുമ്മാ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തിരിച്ചു പോയി നടന്നതാണ്. Let's go. അപ്പോൾ അവിടെ ഇരിക്കാൻ പോകാൻ നേരത്ത് അവർ പറയുവാണ് വേറെ കടയിൽ ചെന്ന് സാധനം വാങ്ങിയിട്ട് അവരുടെ കടയിൽ വന്നിരുന്ന് തിന്നുന്നെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് ചിരിക്കുമായിരുന്നു. അപ്പോൾ അതാ ചേച്ചി പൈനാപ്പിളും അവൾ നെല്ലിക്കായും കഴിച്ചു. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അവിടെ ഇരുന്ന് ബീച്ചിരുന്ന് ബോറടിച്ചു. അങ്ങനെ അടുത്ത സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പോയപ്പോഴാണ് ചേച്ചി പറഞ്ഞത് ഒരു സാധനം ഞാൻ മേടിച്ച് തരാമെന്ന് പറഞ്ഞത്. അപ്പോൾ പാനിപ്പൂരി ആയിരുന്നു. ഒരുത്തിയോട് വീഡിയോ എടുക്കാനായിട്ട് പറഞ്ഞപ്പോഴത്തേനും അവൾ അതിൻ്റെ റെസിപ്പീസ് ഫുള്ള് എടുത്തിട്ടുണ്ട്. അപ്പം ചേട്ടന്മാർ 3 പ്ലേറ്റേ മേടിച്ചുള്ളായിരുന്നു കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ ഫുൾ പ്ലേറ്റ് കഴിക്കത്തില്ല. അപ്പോൾ വെറുതെ വേസ്റ്റ് ആക്കണമല്ലോ എന്ന് വിചാരിച്ച് 3 പ്ലേറ്റേ മേടിച്ചുള്ളൂ. എന്നിട്ടും ബാലൻസ് വന്നായിരുന്നു. എനിക്കെന്തോ ഇതത്ര ഇഷ്ടപ്പെട്ടില്ല. ഈ മധുരവും എരിവും കൂടെയുള്ള ടേസ്റ്റ്. പക്ഷെ സാധാ നോർമലായിട്ടുള്ള പാനിപ്പൂരി എടുത്താൽ മതിയായിരുന്നു. ഞങ്ങൾ ഈ 3 പ്ലേറ്റ് സെയിം തന്നെയാണ് എടുത്തത്. അതാണ് വന്ന പ്രശ്നം. 3 ഡിഫറെൻ്റ് ആയിട്ടുള്ളതായിരുന്നെങ്കിൽ വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഞാനിത് ഒരു കണക്കിനാണ് കഴിച്ചത്. ഞാൻ 1-2 എന്തേ കഴിച്ചുള്ളൂ. അപ്പം അത് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ പിന്നെയും ദേശാടന പക്ഷികളെ പോലെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞുകൊണ്ട് ഓട്ടോയിൽ പോകുവാണ്. അപ്പം പോകുമ്പോഴുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. അപ്പോൾ അതിന് ശേഷം ചേച്ചി വണ്ടി നിർത്തിയത് ഒരു നമ്മുടെ ഈ ബോട്ടിങ്ങൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള കുറച്ച് ഗെയിം പരമായിട്ടുള്ളൊരു സ്ഥലത്ത് ആലപ്പുഴയിലാണ്. അവിടെയായിരുന്നു നിർത്തിയത്. അപ്പം ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ എല്ലാവരുടെയും കിളി പോയി. കുറച്ച് പേടിയൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ചേട്ടനോട് ചോദിക്കുവാണ് നിങ്ങളുടെ ആരെങ്കിലും ഒരാളെ ഞങ്ങളുടെ കൂടെ ഒന്ന് നിർത്തുമോ, ഓടിക്കാൻ അറിയത്തില്ലെന്നൊക്കെ പറഞ്ഞ് ആ ചേട്ടനോട് ഇന്ന് സംസാരിക്കുകയായിരുന്നു. അപ്പം ഞാൻ കയറിയില്ല. കയറുന്നതുകൊണ്ട് പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ബാക്കിലിരുന്നാൽ മതിയെന്ന് പറഞ്ഞു. പക്ഷേ എന്നാലും എൻ്റെ ഈ ഒരു കണ്ടീഷനിൽ വേണ്ട, എപ്പോഴാണ് അഥവാ എങ്ങാനും എൻ്റെ കൂടെയുള്ള ഡ്രൈവർമാർക്ക് നന്നായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കയറിയില്ല. ഞാൻ അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അവർ 3 പേരും കൂടെയാണ് കയറിയത്. പക്ഷേ പേടിച്ച പോലെയുള്ള ഒരിതൊന്നും ഇല്ലായിരുന്നു. അവർ നന്നായിട്ട് തന്നെ അത് ഹാൻഡിൽ ചെയ്തു. അപ്പം വന്നപ്പോഴത്തേനും എൻ്റെ അടുത്ത് പറഞ്ഞു നിനക്കും കൂടെ വരാമായിരുന്നു, കുഴപ്പമൊന്നും ഇല്ലായിരുന്നെന്ന്. ഇപ്പം 2 മണിക്കൂറാണ് കേട്ടോ. അവർ 1 മണിക്കൂറാണ്. 350 രൂപയായിരുന്നു. അങ്ങനെ ഒരുപാട് പേര് സൺഡേ ആയത് കാരണം ഒരുപാട് പേര് വരുന്നുണ്ടായിരുന്നു. ഇവിടെ തന്നെ പല പല സെക്ഷനായിട്ടുണ്ട്. അപ്പം ഞങ്ങളെടുത്തത് ഈ ചെറിയൊരു ബോട്ടിങ് പോലെയുള്ള സംഭവമാണ് എടുത്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കല്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. അതുവരെ ടാറ്റാ.